ഫിഫി ഐലൻഡിലേക്ക് പോകാനുള്ള വാൻ രാവിലെ സമയത്ത് തന്നെ എത്തി. ഹോട്ടലിൽ നിന്ന് പിക്കപ്പ് ചെയ്ത് നേരെ റേസാദ പിയർ ഭാഗത്തേക്ക് യാത്ര തുടങ്ങി. അവിടെ എത്തിയപ്പോൾ തന്നെ ആദ്യം രജിസ്ട്രേഷൻ ചെയ്യണം. പേര് പറയുമ്പോൾ തന്നെ ഒരു ആംബാൻഡ് കയ്യിൽ കൊടുക്കും. അതാണ് നമ്മൾ ബോട്ടിലേക്ക് പോകുന്നതിന്റെ ഐഡന്റിഫിക്കേഷൻ. അതിനുശേഷം ചെറിയൊരു ബ്രേക്ക്ഫാസ്റ്റിന് ശേഷം എല്ലാവരെയും കൂട്ടി ഗൈഡ് സേഫ്റ്റി ഇൻസ്ട്രക്ഷനും ട്രിപ്പിന്റെ വിശദീകരണവും പറഞ്ഞു. എത്ര സമയമെടുക്കും, എന്തൊക്കെ ശ്രദ്ധിക്കണം എന്നൊക്കെയായിരുന്നു പറഞ്ഞത്. അങ്ങനെ ഒടുവിൽ ബോട്ടിലേക്ക് കയറി. അവിടെ നിന്ന് 1 മണിക്കൂർ കടൽ യാത്രയുണ്ട്. സത്യത്തിൽ ഞാൻ തീരദേശ ഗ്രാമത്തിൽ നിന്നും വരുന്ന ഒരാളാണ്. അതുകൊണ്ട് ആദ്യം തന്നെ വിചാരിച്ചത് നമ്മുടെ നാട്ടിലെ പോലെ ഒരു സാധാരണ ബീച്ചായിരിക്കുമെന്നാണ്. പക്ഷേ ബോട്ട് ഐലൻഡിലേക്ക് അടുക്കുമ്പോൾ ഞാൻ കണ്ടത് പൂർണ്ണമായും വേറൊരു ലോകം തന്നെയാണ്. നീല നിറത്തിലുള്ള വെള്ളം, മലയെപ്പോലെ ഉയർന്ന ലൈംസ്റ്റോൺ പാറകൾ, അതിന് നടുവിൽ പച്ചയും നീലയും കലർന്ന കടൽ. വാക്കുകളിൽ പറഞ്ഞു തീരാത്ത സൗന്ദര്യം. വെള്ളം അത്ര ക്ലിയർ ആയിരുന്നു. അകത്തു നീന്തുന്ന ചെറിയ ഷാർക്കുകൾ പോലും കണ്ണുകൊണ്ട് കാണാൻ പറ്റി. അവിടെ ഗൈഡ് പറഞ്ഞ ഒരു കാര്യം എന്നെ അത്ഭുതപ്പെടുത്തി. ഇതൊരു നാഷണൽ പാർക്കാണ്. പ്രകൃതിയെ സംരക്ഷിക്കാൻ വർഷത്തിൽ 2 മാസം ഇത് പൂർണ്ണമായും അടച്ചിടും. അതുകൊണ്ടാവണം ഇവിടുത്തെ ബീച്ചിന്റെ വൃത്തി അത്ര അത്ഭുതകരമായി തോന്നിയത്. അവിടെ നിൽക്കുമ്പോൾ ഒരു ചെറിയ ചിന്ത കൂടി വന്നു. ടൂറിസം ഒരു സ്ഥലത്തെ എത്ര വലിയ മാറ്റം നൽകും എന്ന് ഇവിടെ കാണാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ ഇവിടുത്തെ ആളുകൾ എത്ര സമ്പന്നമായ ജീവിതം നയിക്കുന്നു. ഒരുപക്ഷെ നമ്മുടെ സംസ്ഥാനത്തോ രാജ്യത്തോ നല്ല ഗവൺമെന്റും പ്ലാനിങ്ങും ഉണ്ടെങ്കിൽ ഇതിനേക്കാൾ മനോഹരമായ ഡെസ്റ്റിനേഷനുകൾ നമുക്ക് ഉണ്ടാക്കാൻ പറ്റുമായിരുന്നു.